ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. ഒട്ടനവധി ഭാഷകളിൽ സംപ്രേഷണം ചെയ്യുന്ന ഷോ മലയാളത്തിൽ തുടങ്ങിയിട്ട് 5 സീസണുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഓരോ സീസൺ കഴിയുമ്പോഴും മുൻപരിചയമില്ലാത്ത പലരും ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കരർ ആകുകയാണ്. അത്തരത്തിൽ എത്തിയ 4 പേർ കഴിഞ്ഞ സീസണുകളിലായി വിജയകിരീടം ചൂടുകയും ചെയ്തു. നിലവിൽ മലയാളം ബിഗ് ബോസ് സീസൺ 6 കുറിച്ചുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുകയാണ്. ആരൊക്കെയാകും ഇത്തവണ മാറ്റുരക്കാൻ എത്തുക എന്നറിയാൻ പ്രതീക്ഷയോടെ ഏവരും കാത്തിരിക്കുകയാണ്. ഇതുവരെ 5 സീസണുകൾ കഴിഞ്ഞുവെങ്കിലും ആരൊക്കെ വന്നാലും സീസൺ 1 തട്ട് താണുതന്നെ ഇരിക്കുമെന്നാണ് ബിഗ് ബോസ് ആരാധകർ പറയാറുള്ളത്. സീസൺ 1 ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നായിരുന്നു പേളി ശ്രീനിഷ് പ്രണയവും പേളി ശ്രീനിഷ് ഷിയാസ് കരീം സൗഹൃദവും. മൂവരും ഒന്നിച്ചാൽ പിന്നെ ബിഗ് ബോസ് വീട് തമാശകളും കുസൃതിയും കൊണ്ട് നിറയും. പേളിയും ശ്രീനിഷും പ്രണയത്തിലായപ്പോൾ അവർക്കിടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് തന്നെയായിരുന്നു. മറ്റുള്ള സഹതാരങ്ങൾക്കൊന്നും പേളി ശ്രീനിഷ് പ്രണയം വിജയിക്കുമെന്ന് വലിയ ഉറപ്പില്ലായിരുന്നു. ഇപ്പോൾ പേളിയും ശ്രീനിഷും 2 പെൺകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ്. ഷോ കഴിഞ്ഞ ശേഷം ഇരുവരും വിവാഹിതരായപ്പോൾ ഷിയാസ് ചടങ്ങിൽ എല്ലാം സജീവമായിരുന്നു. പിന്നീട് പലപ്പോഴായി പേളിയെയും ശ്രീനിഷിനെയും കാണാനും സൗഹൃദം പുതുക്കാനുമെല്ലാം ഷിയാസ് പോകാറുണ്ടായിരുന്നു. പേളിയുടെ യൂട്യൂബ് ചാനലിൽ അതിഥിയായും ഷിയാസ് വന്നിരുന്നു. ഷിയാസിന്റെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിലെ മുഖ്യാതിഥികളിൽ 2 പേർ പേളിയും ശ്രീനിഷുമായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എന്നാൽ കേരളത്തിൽ തന്നെയുണ്ടായിട്ടും പേളിയെയും ശ്രീനിഷിനെയും കാണാൻ ഷിയാസ് പോകാറില്ല. പഴയതുപോലെ സൗഹൃദം മൂവർക്കുമിടയിൽ ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുമില്ല. മൂവരും പങ്കുവെക്കാറുമില്ല. അതുകൊണ്ട് തന്നെ പേളി ശ്രീനിഷ് ഷിയാസ് സൗഹൃദം തകർന്നുപോയെന്ന സംശയം ആരാധകർക്കുണ്ട്. അതേക്കുറിച്ച് ആരാധകർ പലപ്പോഴും കമന്റുകളിൽ തിരക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഏറെ നാളുകളായുള്ള ആരാധകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഷിയാസ് കരീം. ഹിന്ദി ബിഗ് ബോസ് വേറെ ലെവലാണ്. അതുമായി മലയാളം ബിഗ് ബോസിനെ താരതമ്യപ്പെടുത്തരുത്. നോർത്തിലെ കൾച്ചറും അവർ ബിഗ് ബോസ് കാണുന്ന രീതിയും വ്യത്യസ്തമാണ്. അവിടെയുള്ളവർ ഫിസിക്കലിയും മെന്റലിയും ഫിറ്റാണ്. ആരെയെങ്കിലും ചവിട്ടിത്താഴ്ത്തി കയറിപ്പോണം എന്ന് കരുതുന്നതാണ് മലയാളം ബിഗ് ബോസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടുത്തെ ഫ്രണ്ട്ഷിപ്പൊക്കെ വെറുതെയാണ്. പേളിയും ശ്രീനിഷും എൻ്റെ നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ഷോ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഇപ്പോൾ അധികമൊന്നും കാണാൻ പറ്റാറില്ല. ബിഗ് ബോസിൽ വെച്ച് പ്രണയിച്ചവരിൽ അവർ മാത്രമാണ് ഇപ്പോഴും ഹാപ്പിയായി ജീവിക്കുന്നത്. ഇവരെ കണ്ട് ഒരുപാട് പേർ പ്രണയിച്ചു. പക്ഷെ അതൊന്നും വിവാഹത്തിലേക്ക് എത്തിയില്ല. പേളിയും ശ്രീനിയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എനിക്ക് അറിയാമായിരുന്നു അവരുടെ കാര്യങ്ങൾ. അവരെ ഞാൻ ഇടയ്ക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യാറുണ്ട്. ഹൗസിനുള്ളിൽ വെച്ച് ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം അധികം കാണാൻ പറ്റാറില്ല. അതുപോലെ ദൂരവുമായി. അവരുടെ കല്യാണം ഞാനാണ് വീട്ടിൽ പോയി സംസാരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തത്. അവരുമായുള്ള ഫ്രണ്ട്ഷിപ്പ് പോയിട്ടില്ല. പക്ഷെ പഴയതുപോലെ പറ്റുന്നില്ല. കാരണം അവർ വിവാഹിതരായി കുട്ടികളായി അതിൻ്റെ തിരക്കുകൾ ഉണ്ടാകുമല്ലോ. പിന്നെ മെസ്സേജും കമന്റിങ്ങുമെല്ലാം ഉണ്ടെന്നാണ് ഷിയാസ് കരീം പറഞ്ഞത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.